സുവിശേഷത്തിൽ 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വചനത്തിൽ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ അല്ലേ? അവന് കല്ല് കൊടുക്കുന്ന എന്തുവാ മനുഷ്യൻ നമ്മളിൽ ആരുണ്ട് എന്നൊക്കെ ഒരു ചോദ്യമാണ്. അപ്പൊ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ദോഷികളായ നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കി തരുന്നത്, നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് എന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം ആമേ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് രാത്രി നമുക്ക് ഈ വാക്യത്തിലൂടെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. പ്രിയ ദൈവമക്കളെ, മനസ്സിലാക്കുക, ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നിങ്ങനെ 3 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 3 വിഷയങ്ങൾ ഇവിടെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ചിത്രം ഒന്ന് മനസ്സിലാക്കണം. ഒരു പിതാവ് തന്റെ കുട്ടിക്ക് നല്ല ദാനങ്ങൾ നൽകുന്നതിന്റെ ഒരു ഉപമയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ കുട്ടി അപരിചിതരോടല്ല സംസാരിക്കുന്നത്, അവനവന്റെ പിതാവിനോടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മള് തിരുവഴുത്തിന്റെ നടുവിൽ അപ്പനും മക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഇവിടെ കൊണ്ടുവരികയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു പ്രാർത്ഥനയാണെന്ന് ഇവിടെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തിരുവഴുത്തിന്റെ നടുവിൽ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥന ആത്മീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നും അത് ക്രിസ്തീയ ജീവിതത്തിലെ ഒരു കേന്ദ്ര ബിന്ദുവാണെന്നും ഒക്കെ ഇവിടെ അമ്മ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. പ്രാർത്ഥന ഒരു രഹസ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പിന്തുടരേണ്ടുന്ന ഒരു ഘടകമാണ്. ഈ 3 വ്യക്തമായ ചോദ്യത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ ഈ 3 ചിന്തകളുടെ നടുവിൽ ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം ഹൃദയം തുറന്ന് മനസ്സോടെ സന്തോഷത്തോടെ, ദൈവമേ ഈ വചനത്തിലെ മർമ്മങ്ങൾ എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഒരു പുതിയ ചിന്ത, ഒരു പുതിയ അറിവ്, ഒരു സന്ദേശം കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. നമുക്കെല്ലാം അറിയാമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊന്നും ലഭിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല, കുറച്ചുകൂടെ എന്നെ പഠിപ്പിക്കണം, എനിക്ക് കുറച്ചുകൂടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കണം, അവിടെ ദാസനിലൂടെ ദൈവം അമ്മ നൽകി കൊടുത്ത ആലോചന ഒന്നുകൂടെ എനിക്ക് കേൾക്കണം എന്നുള്ള വാഞ്ചയോടിരിക്കണം. ഞാൻ ഇത് പറയുന്ന ചിലരുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം ആമുഖം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു രഹസ്യത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു പദവി കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കണം, പ്രാർത്ഥന ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു അറിവിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളിത് പഠിക്കുമ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എന്താ നമുക്കറിയാം, തിരുവഴുത്ത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? യേശു കർത്താവിന്റെ വചനം ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി നിർത്തിക്കൊണ്ടാണ് ഇത് കർത്താവ് സംസാരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കർത്താവ് സംസാരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മനുഷ്യന്റെ ബലഹീനതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മനുഷ്യൻ വാഞ്ചയുള്ളവനാണ്, മനുഷ്യൻ താല്പര്യമുള്ളവനാണ്, ആഗ്രഹമുള്ളവനാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ബലഹീനതയും വാഞ്ചയും ആഗ്രഹവും താല്പര്യവും നിലനിർത്തിക്കൊണ്ട് ദൈവത്തോടുള്ള ഒരു അഭേദ്യ ബന്ധം സ്ഥാപിച്ചെടുക്കത്തക്ക നിലയിൽ, സ്ഥിരോത്സാഹത്തിലേക്ക് നയിക്കത്തക്ക നിലയിൽ മനുഷ്യന്റെ വികാരങ്ങളെ ദൈവം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട് ഉറപ്പിക്കുവാൻ വേണ്ടി ശക്തമായിട്ട് ഇവിടെ 3 കാര്യങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് ദൈവം ഇവിടെ നമ്മോട് സംസാരിക്കുകയാണ്. ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നും, അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടെത്തുമെന്നും, മുട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ നടുവെ തുറക്കപ്പെടുമെന്നുള്ള ചിന്ത മുന്നിൽ കൊണ്ട് തരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങൾ ആരും അല്ലെങ്കിൽ നമ്മൾ ആരും ദൈവത്തിൽ നിന്നും അകന്നു പോകരുതേ എന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യം ഇവിടെ വ്യക്തമായി നമുക്ക് നൽകി തരികയാണ്. മനുഷ്യൻ എപ്പോഴും അധ്വാനശീലരാണ്, മനുഷ്യൻ എപ്പോഴും ആഗ്രഹമുള്ളവരാണ്, മനുഷ്യൻ എപ്പോഴും ചിന്താശക്തിയുള്ളവരാണ്. മനുഷ്യൻ ഈ ഭൂമിയിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഒരു പിതാവ് എന്ന നിലയിൽ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരണമെന്നുള്ള നിലയിൽ പിതാവ് തന്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ മാധുര്യവും അതിന്റെ സ്വഭാവവും ഗ്രഹിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ അല്ലാതെ കഴിയുകയില്ല എന്ന് ഈ തിരുവെഴുത്തിലൂടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം അപേക്ഷയല്ല എന്നുകൂടെ മനസ്സിലാക്കണം.
പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് നാം ചിന്തിക്കാനും ദൈവത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ദൈവത്തിന്റെ ഹൃദയത്തെ ആരായാനും കൂടിയാണ് എന്ത് പ്രാർത്ഥന എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. അപ്പം ദൈവത്തെ അങ്ങ് വിദൂരതയിൽ കാണേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവം. ദൈവം സമീപസ്ഥനായി പിതാവായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ അനാഥർക്കും വിധവമാർക്കും പിതാവായി ഉദാരമതിയായ സർവശക്തനായ ക്രിസ്തു ദൈവമായ പ്രവൃത്തി തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയ. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിന്റെ താളം മനുഷ്യന് തെറ്റിപ്പോകുന്ന സന്ദർഭങ്ങൾ വരും. ഹൃദയം ചാഞ്ചാടുന്ന അനുഭവം വരും. മനസ്സ് പതറിപ്പോകുന്ന അനുഭവം വരും. അവിടെ ഒരു സഹായകൻ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ദൈവം നമ്മളിൽ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭാരമേറിയ ഒരു വിഷയത്തിന്റെ നടുവിൽ സന്തോഷകരമായ ഒരു ബന്ധത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു കർക്കശക്കാരനായ ഒരു ന്യായാധിപനിൽ നിന്ന് സ്നേഹനിധിയായ മാതാപിതാക്കളിലേക്കുള്ള ബന്ധം പോലെ ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസിയുടെ വീക്ഷണത്തെ ഇവിടെ വ്യക്തമായി കാണിക്കുകയാണ്. ഞാനത് നന്നായി വിശദീകരിക്കാൻ കർത്താവിന്റെ കൃപയാൽ ശരണപ്പെടട്ടെ. ഇവിടെ തിരുവെഴുത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറയുന്നു, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്നു, ചോദിപ്പിൻ ലഭിക്കുമെന്ന് പറയുന്നു. ഇതിനകത്തെ ആഴമേറിയ ദൈവിക ഗ്രന്ഥത്തിലെ ആഴമേറിയ സത്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ച വേദഭാഗങ്ങളിലേക്കൊന്നും മടങ്ങി പോകാമോ? നമ്മുടെ മനസ്സ് 5-ാം അധ്യായം മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കേ. 5-ാം അധ്യായം 1 മുതൽ 12 വരെ നമ്മൾ മനസ്സിലാക്കി തന്ന ഒരു പാഠമുണ്ട്. ആത്മാവിൽ ദരിദ്രരായവരെ, സൗമ്യരായവരെ, കരുണയുള്ളവരെ, ഇവരെയൊക്കെ അനുഗ്രഹത്തിലേക്ക് വിളിക്കുന്ന അനുഗ്രഹ വചനങ്ങൾ നിലനിൽക്കെ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും വ്യക്തമാക്കുന്ന ചിത്രം നമുക്ക് നൽകി തന്നു. ഉപവാസത്തിന്റെ ചിത്രം ദൈവം നമുക്ക് നൽകി തന്നു. ദാനധർമ്മത്തിന്റെ ചിത്രം ദൈവം നമുക്ക് നൽകി തന്നു. ക്ഷമയുടെ ചിത്രം ദൈവം നമുക്ക് നൽകി തന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ചിത്രം ദൈവം നമുക്ക് നൽകി തന്നു. ഇതൊന്നും നമ്മൾ അത്ര പെട്ടെന്ന് മറന്നു കളയരുത്. ഇതെല്ലാം സംസാരിച്ച വചനങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അയവിറക്കി ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഇതെല്ലാം ദൈവം സഹായിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വേദവചനമാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴുള്ള ചിത്രവും നമുക്കറിയാം. അവിടെ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയുടെ രീതിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് എന്തർത്ഥത്തിലാണ് അവിടെ സംസാരിക്കുന്നുള്ളത് അക്കമിട്ട് സംസാരിച്ചു കഴിഞ്ഞു. 6-ാം അധ്യായം 25 മുതലുള്ള വേദഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൈവം സഹായകനായി കൂടെ ഉണ്ടെന്നുള്ളത് വ്യാകുലത്തിന്റെ നടുവിലും ഉത്കണ്ഠയുടെ നടുവിലും ദൈവം ഉറപ്പായും കൂടെ ഉണ്ടെന്ന് ബോധം വരുത്തുന്ന ചിത്രം വെളിപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7-ാം അധ്യായത്തിൽ 7 മുതൽ 11 വരെയുള്ള ഈ പ്രാർത്ഥന തികച്ചും സ്വർഗസ്ഥ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവിടെ നിർത്തുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രാർത്ഥന വിശേഷതയെ ഇവിടെ വിരൽ ചൂണ്ടുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ശിഷ്യന്മാരോട് ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കിയ കർത്താവിന്റെ പ്രാർത്ഥന മാത്രമല്ല എന്നും അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിശാലത കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വിശാലത തിരിച്ചറിഞ്ഞ് വീണ്ടും ഒരു ദീർഘയാത്ര ചെയ്യാനുണ്ട്, ഒരു വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അധ്വാനത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരിക എന്ന് ഉത്സാഹിപ്പിച്ച് ബോധ്യം നൽകിക്കൊണ്ട് കർത്താവിയുടെ വീണ്ടും തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നുള്ളത്. ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. പ്രായം നമ്മളെ ബലഹീനത്തിലേക്ക് നയിക്കുമായിരിക്കാം, പ്രായം നമ്മളെ രോഗത്തിലേക്ക് നയിക്കുമായിരിക്കാം, പ്രായം പലപ്പോഴും നമുക്ക് വിവിധ നിലയിലുള്ള താളപ്പിഴകൾ വരുത്തിയേക്കാം. പക്ഷെ പ്രായത്തിനപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് പുതിയ അറിവുകളെയും പുതിയ ജ്ഞാനത്തെയും പുതിയ കാഴ്ചപ്പാടിനെ പുതിയ വ്യക്തിത്വത്തെയും പുതിയ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തെ നൽകുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ രോഗം കണ്ടു ഭയപ്പെടേണ്ടവരല്ല നമ്മളെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.
അറിവില്ലായ്മയാണ് എനിക്ക് പ്രയാസമെന്ന് പറഞ്ഞു ഭയപ്പെടരുതെന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ആവലാതികളുടെ ഒരു വലിയൊരു ലിസ്റ്റ് മുമ്പിൽ കൊണ്ട് വെക്കേണ്ടുന്ന കാര്യമില്ല എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഉയരത്തിലുള്ള ചിന്തിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടതകൾ ഒന്നുമില്ല എന്നുള്ള ഒരു ഉത്തമമായ ഒരു അറിവിലേക്ക് നമ്മൾ മാറുകയാണ്. ആമേൻ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ചോദിക്കുക എന്ന് പറയുന്ന ഈ സ്ഥിതിവിശേഷം, അന്വേഷിക്കുക എന്ന് പറയുന്ന ഈ സ്ഥിതിവിശേഷം, മുട്ടുക എന്ന് പറയുന്ന ഈ സ്ഥിതിവിശേഷം കേവലം നശിച്ചിരിക്കുന്ന മാനുഷികമായ അവസ്ഥയോടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ അടുക്ക പോയി ചോദിക്കുവാനോ, മനുഷ്യരുടെ പോയി അന്വേഷിക്കുവാനോ, മനുഷ്യരുടെ പോയി മുട്ടുവാനോ എന്നുള്ള ഒരു ചിത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പം ദൈവം എന്ന് പറയുന്ന ഈ ശക്തിയുടെ നടുവിൽ മനുഷ്യന് എപ്പോഴും ആവശ്യബോധം അനവധിയാണ്, ആഗ്രഹങ്ങൾ അനവധിയാണ്, താല്പര്യങ്ങൾ അനവധിയാണ്. ഇച്ഛാശക്തി വളരെ വലുതാണ്, വികാരങ്ങൾ വളരെ വലുതാണ്. ഇതിന്റെ ഒക്കെ നടുവിൽ നിയന്ത്രിതാവായ സർവശക്തനായ ദൈവ നമുക്ക് മധ്യേ ഉണ്ട് എന്ന് ഇവിടെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നമ്മൾ വിഷമിക്കുമ്പോഴും കർത്താവ് പക്ഷികൾക്കും പൂക്കൾക്കും വേണ്ടി കരുതുന്ന ചിത്രമൊക്കെ നമ്മൾ പഠിക്കാനിടയായത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിവെക്കുന്നില്ലെന്നൊക്കെ പറയുന്ന ആ ചിത്രമുണ്ടല്ലോ, അത് വിഷമിക്കുന്ന ഘട്ടം വരുമ്പോൾ അതിനെ കരുതിയ ദൈവം നമ്മെ കരുതുമെന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ. എന്നാൽ ഇവിടെ പറയുന്ന ചിത്രം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം പിതാവായത് കൊണ്ട് പ്രാർത്ഥന പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ട് എന്നോട് ചേർന്ന്, ദൈവം പിതാവായതിനാൽ പ്രാർത്ഥന എന്ത് ചെയ്യുക? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രാർത്ഥന ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവസാനിച്ചാലും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കും. മനുഷ്യനുള്ളിടത്തോളം കാലം എന്ത് ചെയ്യും? പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന യഥാർത്ഥമായും ആരോടായിരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥന യഥാർത്ഥമായി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥന ആരുടെ നാമത്തിലായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് പറ്റുന്ന അപകടം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ അറിവുകളാലും ജ്ഞാനത്താലും നമ്മൾ വിവിധ നിലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലികൾ പോലും, ജീവിത രീതികൾ പോലും. അതുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവിലേക്ക്, പിതാവിനെ കുറിച്ചുള്ള ഒരു അറിവിലേക്ക്, തൃത്വത്തെ കുറിച്ചുള്ള അറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ഇവിടെ കർത്താവ് വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, നിങ്ങൾ ചോദിപ്പീൻ. ചോദിപ്പീൻ എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഒരു കുഞ്ഞുങ്ങളല്ലയോ അത് ചെയ്യേണ്ടത്? ഒരു കുഞ്ഞുങ്ങൾ തന്റെ അപ്പനോടോ അമ്മയോടോ ചോദിക്കുന്ന ഒരു ചിത്രമായി ഇവിടെ നൽകി തരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ചോദിക്കുക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എത്രമാത്രം ആഴമുള്ളതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 5 തൊട്ട് 13 വരെയുള്ള വചനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. കാരണം അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ എന്നല്ലേ അവിടെ വചനം പറയുന്നത്. അവൻ അർദ്ധരാത്രിക്ക് അടുക്കൽ വന്നിട്ട്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് ചോദിച്ചാൽ ആ സ്നേഹിതന്റെ വഴി എന്തായിരിക്കും മറുപടി എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ആ വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം. സ്നേഹിതന്റെ വഴിയാത്രയിൽ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? അടുക്കൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രയാസപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്തകളാണ്. എന്നാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് തരാൻ മനസ്സില്ല എന്നൊക്കെ പറയുന്ന പദങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അകത്തു നിന്ന് ഉത്തരം എന്തൊക്കെ തടസ്സമായ കാര്യങ്ങൾ പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നതിനാൽ അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുവാൻ ഇടയായി എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പിതാവായ ദൈവം അലസനായ ദൈവമല്ല, അവൻ മടിയനായ ദൈവമല്ല, അവൻ ഉറങ്ങിക്കിടക്കുന്ന ദൈവമല്ല,
അവൻ സദാസമയം നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്തെ സ്ഥിരോത്സാഹത്തെ, ഉത്സാഹത്തെ, ആവേശത്തെ ദൈവത്തിന് ഇവിടെ ആവശ്യമാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ വചനം എത്ര ചിന്തയുള്ള വചനമാണ്. നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ എങ്ങനെയാണ് അവിടെ പറയുന്നത്? അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അപ്പൊ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന് ഇവിടെ നോക്കണേ. ലൂക്കോസ് സുവിശേഷകൻ പരിശുദ്ധാത്മാവിനെ നൽകുന്ന കാര്യം സംസാരിക്കുമ്പോൾ മത്തായി സുവിശേഷകൻ താൽക്കാലികമായ ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ച് വിളംബരം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹം മാത്രം നൽകുന്ന ദൈവമല്ല, അതിനപ്പുറത്ത് ആത്മീയ അനുഗ്രഹങ്ങൾ കൂടെ നൽകുന്ന ഒരു ദൈവത്തെ കൂടെയാണ് ഈ രണ്ട് സുവിശേഷകരും പരിചയപ്പെടുത്തി തരുന്നത്. ഒരാള് ഭൗതിക കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ, മത്തായി എന്ന് പറയുന്നുവെങ്കിൽ, ലൂക്കോസ് സുവിശേഷകൻ ആത്മീയ കാര്യത്തെ കുറിച്ച് വിവേചനത്തോടുകൂടെ സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം മുമ്പാകെ കടന്നു വന്ന ചോദിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ഔദാര്യമായി, ധാരാളമായി, സമൃദ്ധിയായി തരുന്നു എന്ന ഒരു ചിത്രം ഇവിടെ നമുക്ക് നൽകി തരിക. എത്ര പേർക്ക് ആമേൻ പറഞ്ഞു? അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവീയ സന്ദേശം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആത്മീയമായ അനുഗ്രഹം എന്ന് പറയുന്നത് അതൊരു ദിവ്യമാണ്. അതിന്റെ ഉറവിടം ദിവ്യമാണ്. അത് ദൈവത്താൽ നൽകുന്നതാണ്. എന്നാൽ ഭൗമികമായ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു ചിത്രം കൂടെ നമുക്ക് മനസ്സിലാക്കി. പക്ഷെ ചോദ്യം നമ്മൾ ചോദിക്കുന്നുവെങ്കിലും ഉത്തരം ആളുകളിലൂടെ നമ്മെ നൽകിത്തരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചിത്രം. ഹല്ലേലൂയ. പൗലോസ് സഭകളോട് സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട്, അല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 8-9 പറയുന്നുണ്ട്. ആദ്യമ സഭകളൊക്കെ ആതിഥ്യം മര്യാദകൾ വളരെയധികം ചെയ്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തും ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്തും അനവധി അനുഗ്രഹങ്ങളും നന്മകൾ പരസ്പരം ഷെയർ ചെയ്തും പങ്കാളിത്തം വഹിച്ചും കൂട്ടായ്മ കൂടിയും ജീവിച്ച ഒരു സന്ദർഭം ആദ്യമ കാലഘട്ടത്തുണ്ട്. അതങ്ങനെയൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തരുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത്, ചോദിക്കുക എന്ന് പറയുന്ന ആ നിലവാരത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരണം. എന്ന് പറഞ്ഞാൽ എബ്രായ മൂലഭാഷയിൽ അത് പഠിച്ചു വരികയാണെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. കേവലം ഒരു സമയത്തേക്ക് ചോദിച്ചു നിർത്തുന്ന ഒരു ചോദ്യത്തെ കുറിച്ചല്ല. ആത്മാവ് എത്രത്തോളം നമ്മുടെ കൂടെയുണ്ടോ, ശ്വാസം എത്രത്തോളം നമ്മുടെ കൂടെയുണ്ടോ, അതുപോലെ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ദിവ്യ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യനാണോ അവൻ എല്ലായ്പ്പോഴും രാത്രിയും പകലും ചോദിച്ചു കൊണ്ടിരിക്കൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറുകയാണ്. അതിന്റെ അർത്ഥം നിലനിൽക്കുന്ന ഒരു ദൈവീക അനുഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാവിലെ ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് മാത്രം ആഹാരം കഴിക്കുമ്പോൾ അതൊരു ഭൗതിക തലത്തിലുള്ള വിശപ്പിലൊക്കെ നിലനിൽക്കുന്നുവെങ്കിലും മനുഷ്യന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഓരോ സെക്കൻഡുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഇവിടെ തിരുവെടുത്ത് പറയുന്നത് ചോദിച്ചു കൊണ്ടിരിക്കൂ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് ദൈവം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അന്വേഷിച്ചു കൊണ്ടിരിക്കൂ എന്നൊരു ചിന്തയിലേക്കാണ് ഇത് മാറുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുവാനും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മുട്ടിക്കൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് ഒന്നൊന്നായി ദൈവത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് ശ്വാസം കണ്ടിന്യൂ ആയിട്ട് നിലനിൽക്കുന്നത് പോലെ നാം ശ്വസിക്കുന്ന ശ്വാസം കേവലം 10 മിനിറ്റ് കൊണ്ട് ശ്വസിക്കുന്ന ശ്വാസമല്ല, അത് കണ്ടിന്യൂ ആയിട്ട് തുടരുകയാണ്. എന്നതുപോലെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യന്റെ ആത്മാവ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാവ് മുട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ദൈവം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ചോദിക്കുന്നത് വാക്കാലുള്ള ഒരു അപേക്ഷയാണ്. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാണ്, ചോദിക്കുന്നത് എന്താണ്? വാക്കാലുള്ള ഒരു അപേക്ഷയാണ്. ഓക്കെ, അന്വേഷിക്കുക എന്ന് പറയുന്നത് സജീവമായ പിന്തുടരലാണ്. സജീവമായ പിന്തുടരലാണ്. മുട്ടുക എന്ന് പറയുന്നത് പ്രവേശനം തേടാനുള്ള ദൃഢനിശ്ചയത്തിന്റെയാണ്. അതായത് ചോദിക്കുക എന്ന് പറയുമ്പോൾ കേവലം അക്ഷരപദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്വേഷിക്കുക എന്ന് പറയുന്നത് നാം ഏത് വിഷയത്തിലാണ് ആ വിഷയത്തെ പിന്തുടരുകയാണ്, ഫോളോ ചെയ്യുകയാണ്.
മുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കണം. അതിന് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തോറ്റു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിച്ച് ജയാളിയായി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ മാറണം. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ആമേ. പാപം ചെയ്യുന്ന ശക്തികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തെ തോൽപ്പിച്ച് ജയമെടുക്കുവാൻ ഇവിടെ ആത്മീകന് കഴിയണം. ഹല്ലേലൂയ. ആമേ. വികാരങ്ങൾ മനുഷ്യനുള്ളതാണ്. കോപം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആമേ. ലൈംഗിക ആസക്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാമത്തിന്റെ ആസക്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. ദിവ്യാഗ്രഹത്തിന്റെ ആസക്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് വെല്ലും ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ജയമെടുക്കുന്ന ഒരു ശക്തി നമുക്ക് ആവശ്യമാണ്. അധികാര സ്ഥാനത്തിന്റെ ശക്തി തുറന്നുകൊണ്ടേയിരിക്കുന്നു. സ്ഥാനമോഹം അതിന്റെ ശക്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൺമോഹം അതിന്റെ ശക്തി തുറന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൽ മ്ലേച്ഛമായ അശീലമായ ദുഷ്ട ചിന്തകളും വികാരങ്ങളും തുറന്നുകൊണ്ടിരിക്കുന്നു. പ്രിയരമുള്ളവരെ, ശ്രദ്ധിക്കൂ. നമ്മുടെ ദിമാക്ക് ഖരാബാകാതിരിക്കേണ്ടതിന്, നമ്മുടെ ബുദ്ധി അഫലമാകാതിരിക്കേണ്ടതിന്, നികർഷ്ട ബുദ്ധിക്ക് നമ്മുടെ ആത്മാവെ ഏൽപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത്? ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം, കർത്താവേ, എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ദൈവം സഹായിക്കണം. എന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ എന്നെ ദൈവം സഹായിക്കണം. എന്റെ നാവിനെ നിയന്ത്രിക്കാൻ ദൈവം സഹായിക്കണം. എന്റെ ശരീരാവയവങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കണം. എന്റെ പ്രായത്തിന്റെ ഓരോ നിലപാടിന്റെ നടുവിലും എനിക്ക് ജീവിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്റെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ദൈവവുമായിട്ടുള്ള ഒരു സജീവവും അപ്പോൾ തന്നെ സ്ഥിരവുമായ ഒരു ഇടപെടലിലൂടെ ഇവിടെ ദൈവം നമുക്ക് ഈ 3 വിഷയങ്ങളെ മുന്നോട്ട് അവതരിപ്പിക്കുകയാണ്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമക്കളുടെ അവകാശമാണ്. ദൈവമക്കളുടെ അവകാശമാണ്. ഇവിടെ കർത്താവ് 3 കാര്യങ്ങളെ വ്യക്തമാക്കുന്നു. 3 അല്ല 4 കാര്യങ്ങൾ അല്ലേ? ആമേ. ഹല്ലേലൂയ. അപ്പത്തെ കുറിച്ച് പറയുന്നു, മത്സ്യത്തെ കുറിച്ച് പറയുന്നു, മുട്ടയെ കുറിച്ചൊക്കെ പറയുന്നു. ആ ചിത്രങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. അന്നത്തെ ദൃഷ്ടാന്തങ്ങളാണ്. ഗലീലയിൽ ദൈനംദിന ജീവിത രീതിയിൽ നിന്ന് കടമെടുത്ത കർത്താവ് സംസാരിക്കുന്നത്. അപ്പം വാസ്തവത്തിൽ ഒരു പ്രധാന ഭക്ഷണമാണ്. എന്നാൽ അതിനെ കല്ലുകളോട് സാമ്യമുള്ള വൃത്താകൃതിയിലുള്ള അപ്പങ്ങൾ അന്ന് ചുട്ടെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ കഴിക്കുന്ന ആഹാരമാകുന്ന അപ്പം അതേപോലെ സാമ്യമുള്ള കല്ലുകളെന്നുണ്ട്. അതുപോലെ തന്നെയാണ് മത്സ്യം. ഹല്ലേലൂയ. ആമേ. നമ്മൾ കാണുന്ന മത്സ്യം ആമേ അതേപോലെ ആമേ പാമ്പിനെ, അതിനെ എന്തോ പറയുന്നത്, ഈൽസ് അല്ലേ? ഈലുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആമേ. നമ്മുടെ സമുദ്രത്തിൽ ഈലുകൾ പലവിധമായ പല വർണ്ണങ്ങളുള്ള ഈലുകളുണ്ട്. നോക്കിയാല് ആമേ പാമ്പ് പോലെയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: പാമ്പ് പോലെ തോന്നത്തക്ക നിലയുള്ള ഈലുകൾ സമുദ്രത്തിലെ മത്സ്യങ്ങൾ കാണപ്പെടുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മക്കൾ ആമേ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ചോദിച്ചാൽ ഈ ഈലുകളാണ് എടുത്തു കൊടുക്കപ്പെടുക. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ആമേ മത്സ്യത്തെ തന്നെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആമേ ഈലുകൾ പോലെ തോന്നിക്കുന്ന എന്താണ് ഈ ആമേ പാമ്പുകളെ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല, എടുത്തു കൊടുക്കത്തില്ല. മത്സ്യത്തെ തന്നെ എടുത്തു കൊടുക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ അപ്പം ചോദിക്കുന്ന ഒരു കുട്ടിയെ അതിന് സമാനമായ ആകൃതിയും നിറവുമുള്ള ഒരു കല്ലെടുത്ത് കബളിപ്പിക്കാൻ പറ്റത്തില്ല. മത്സ്യം പോലെ തോന്നിക്കുന്ന ഈ പാമ്പുകളെ എടുത്ത് കബളിപ്പിക്കാൻ കൊടുക്കത്തില്ല. അപ്പൊ ഇതൊക്കെ അസംബന്ധമായ കാര്യങ്ങളാണ്. മന്ദബുദ്ധികൾ പോലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമോ എന്നൊരു ചോദ്യത്തിലേക്ക് മാറുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്നേഹമുള്ള ഒരു പിതാവ് തന്റെ കുട്ടിയെ ഒരിക്കൽ കബളിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഇവിടെ ശക്തവും വ്യക്തവുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവം മനുഷ്യന്റെ പോരായ്മകളെ പരിഹരിക്കാൻ തയ്യാറാണ്. മനുഷ്യ മാതാപിതാക്കൾക്ക് പോലും നന്നായിട്ട് അറിയാം എങ്ങനെ മക്കളെ സ്നേഹിക്കണമെന്നും എങ്ങനെ കരുതണമെന്നും. ഇന്ന് പല കുടുംബങ്ങളിലും വേറുകൃത്യം കാണിക്കാറുണ്ട്. 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളെയും വേർതിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടേക്കാം. 2 മക്കളുണ്ടെങ്കിലും വേർതിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടേക്കാം. പക്ഷെ അവരിലുള്ള ദുഷ്ടത ദൈവം കാണുന്നുണ്ടത് മറ്റൊരു സത്യമാണെങ്കിൽ പോലും
ഇവിടെ തിരുവെടുത്ത് പറയുന്ന ഒരു സത്യം നമ്മൾ മറന്നു പോകരുത്. നല്ല പിതാവായ ദൈവം ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യത്തില്ല എന്ന് ഇവിടെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പൊ മനുഷ്യന്റെ പാപത്തിന്റെ യാഥാർത്ഥ്യത്തെ യേശു അംഗീകരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ദുഷ്ടരാണെങ്കിൽ പോലും ഒരിക്കലും മനുഷ്യൻ എന്റെ മനസാക്ഷിയിൽ ഒരിക്കലും അവൻ ദോഷം ചെയ്യുവാൻ ഇടയാകാത്ത നിലയിലുള്ള ഒരു മനുഷ്യത്വത്തെ ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് വ്യക്തമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഊന്നലാണ് ഇവിടെ ദൈവം സംസാരിക്കുന്നത്. ലൂക്കോസ് പരിശുദ്ധാത്മാവെന്ന നല്ല ദാനത്തെ ഊന്നൽ നൽകിയാണ്. അപ്പൊ ചോദിക്കുക എന്നുള്ള പദം നമ്മൾ തള്ളിക്കളയരുത്. അത് ചോദിക്കുന്നത് ദിനംതോറും ആവശ്യമാണ്, ഓരോ സെക്കൻഡിലും ആവശ്യമാണ്. കാരണം നമ്മുടെ ചിന്തകൾ വേഗത്തിൽ ഓടുകയാണ്. നമ്മുടെ ഉപോധ മനസ്സ് രാത്രിയും പകലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം സഹായകനായ പിതാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടണം എന്ന കർത്താവിടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ രീതി 6-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ 7-ാം അധ്യായത്തിലെ പ്രാർത്ഥന. അപ്പൊ ഇവിടെ 7-ാം അധ്യായത്തിൽ ദൈവം പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുക, കണ്ടെത്തും, മുട്ടുക, തുറക്കപ്പെടുമെന്ന് ദൈവം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധകാരങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവം പിതാവായി കൂടെയിരിക്കുന്നു. ദൈവം ഒരിക്കലും ഒരു വിദൂര ദൈവമല്ല. അവൻ നമ്മളെ അറിയുന്നു, അവൻ നമ്മളെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി എല്ലാവിധമായ സ്വർഗീയ ദാനങ്ങളെ നൽകുവാൻ ചെയ്യുന്ന ഒരു പിതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഉന്നതനാണ്, ദൈവം വിശുദ്ധനാണ്, ദൈവം അപ്പോൾ തന്നെ സമീപത്തനും കരുതലുമുള്ളവനാണ് എന്ന് ദൈവമക്കൾ ഓർമ്മയിലിരിക്കുക. യഥാർത്ഥമായ ദൈവവചനം പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെയൊക്കെ യോഗ്യത കണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥന ഫലപ്രദമാകുന്ന മനുഷ്യ യോഗ്യത കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ യോഗ്യരാണെങ്കിൽ അത് നൽകപ്പെടുമെന്ന് യേശു ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും ചോദിക്കാം. അപ്പൊ സമൂലമായ ഒരു തുറന്ന മനസ്സ് ഇവിടെ ദൈവം കാണിക്കുകയാണ്. ദൈവരാജ്യത്തിൽ ധാരാളമായ കൃപകളുണ്ട്, ദൈവരാജ്യത്തിൽ ധാരാളമായ വാഗ്ദത്തങ്ങളുണ്ട്, ദൈവരാജ്യത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ ഓടിപ്പോകുന്നത് നിങ്ങൾ ചോദിക്കുക. നിങ്ങളെ നശിപ്പിക്കുന്ന നിങ്ങളെ പ്രയാസത്തിലാക്കുന്ന, കഷ്ടത്തിലാക്കുന്ന, രോഗത്തിലാക്കുന്ന, നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന, നിരാശപ്പെടുത്തുന്ന അവസ്ഥയിൽ നിങ്ങൾ താലോലിച്ച് നിൽക്കാതെ, മാറി നിൽക്കാതെ ചോദിക്കുക. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? നമ്മൾ വാ തുറന്ന് ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എനിക്കൊരു കാഴ്ചപ്പാട് തരണം. ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ വെല്ലുവിളികൾക്ക് എനിക്കൊരു പുതിയ അറിവ് തരണം. ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രലോഭനങ്ങൾക്ക്, ഈ പരീക്ഷകൾക്ക് എനിക്കൊരു ദർശനം നൽകണം. എനിക്കൊരു പുതിയ നവജീവനം നൽകണം. ചോദിക്കാൻ മടിയുണ്ടോ? ബൈബിൾ ഈ ഭാഷ നമ്മളെ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയുമോ? ചോദിച്ചുകൊണ്ടിരിക്കൂ എന്നുള്ളതാണ്. ഹല്ലേലൂയ. അന്വേഷിച്ചു കൊണ്ടിരിക്കുക, ഇതിന് സ്റ്റോപ്പില്ല. മുട്ടിക്കൊണ്ടിരിക്കുക, ഇതിന് സ്റ്റോപ്പില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനം അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഈ തിരുവെടുത്ത് പറയുന്നത്? റോമാലേഖനം 8-ാം അധ്യായം 32-ാം വചനത്തിൽ പൗലോസ് അത് പറഞ്ഞു തരുന്നുണ്ട്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ദൈവം തന്നു എന്നല്ല പറയുന്നത്. പിതാവായ ദൈവം സ്വന്തം പുത്രനെ, ആ പുത്രന്റെ കൂടെ എന്തുണ്ടായിരുന്നു? സകല അനുഗ്രഹങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പിതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവന്റെ സ്വന്തം പുത്രനെ, സ്വന്തം ഹൃദയത്തെ നമുക്ക് നൽകി തന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വന്തം ഹൃദയത്തെ നമുക്ക് നൽകി തന്നപ്പോൾ ആ സ്വന്തം ഹൃദയത്തിലൂടെ സകല അനുഗ്രഹങ്ങളും പ്രവഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തെ മനസ്സിലാക്കാം. പക്ഷെ മാതാപിതാക്കളുടെ ഹൃദയം എപ്പോഴും നമ്മുടെ കൂടെ ഒപ്പം വരത്തില്ല. ഭാര്യയുടെ ഹൃദയം നമ്മുടെ കൂടെ എപ്പോഴും വരണമെന്നില്ല. ഭർത്താവിന്റെ ഹൃദയം നമ്മുടെ കൂടെ എപ്പോഴും വരണമെന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം നമ്മുടെ കൂടെ എപ്പോഴും വരണമെന്നില്ല. ഇന്ന് കുടുംബം ഉണ്ടെങ്കിലും എത്രയോ പേര് അനാഥത്വം അനുഭവിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും എത്രയോ പേര് അനാഥത്വം അനുഭവിക്കുന്നു. കുടുംബജീവിതം ഉണ്ടെങ്കിലും വിധവ അനുഭവം, വിധവയുടെ ആ ഒരു അവസ്ഥ എത്രയോ പേര് അനുഭവിക്കുന്നു. ഭർത്താവ് വേറൊരു കട്ടിൽ, ഭാര്യ വേറൊരു കട്ടിൽ.
ആമേ വിധവയ്ക്ക് തുല്യമായി അവസ്ഥയിലേക്ക് മാറുന്നു. കുഞ്ഞുങ്ങൾ മറ്റൊരു തലയിൽ, അവർക്ക് മാതാപിതാ ഇല്ല, മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ട്, ആമേ അപ്പൻ അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ട് ആമേ അവരിൽ അനാഥത്വം അനുഭവിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അപ്പൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനാഥത്വം ഫീൽ ചെയ്യാം. യഥാർത്ഥത്തിൽ മാതാപിതാക്കള് ആമേ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനാഥത്വം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കപടം ആമേ ഒരു വൈറസ് ആയിട്ട് പിന്തുടരാ. ഹല്ലേലൂയ. മക്കൾ ഉണ്ടെങ്കിലും അപ്പൻ അമ്മയ്ക്കും ഹല്ലേലൂയ ആമേ ഞാൻ ഏകനാണെന്നുള്ള ഫീലിംഗിലേക്ക് വരാം. അപ്പൊ ഇവിടെയെല്ലാം സ്വന്തം പുത്രനെ പിതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തെ ഇവിടെ നമ്മൾ ഗ്രഹിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് ചോദിക്കേണ്ടത് പിതാവിനോടാണെന്നുള്ള ഒരു ഏറ്റവും അടിസ്ഥാനവും ശക്തവുമായ ഒരു ചിത്രം ഇവിടെ ദൈവം നമുക്ക് നൽകിയാണ്. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഇത് നിന്ന് സംസാരിക്കേണ്ടത് ഒരു വിഷയമാണ്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കുക, രോഗശാന്തിക്ക് എന്താണ് വേണ്ടതെന്ന് രോഗിയേക്കാൾ നന്നായിട്ട് ആർക്കറിയാം? ഡോക്ടർക്കറിയാം, അങ്ങനല്ലേ? വൈദ്യനറിയാം. അപ്പൊ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ താളപ്പിഴകൾ, നമ്മുടെ വൈകല്യങ്ങൾ, നമ്മുടെ അറിവില്ലായ്മകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ അനാഥത്വം, നമ്മുടേതാകുന്ന ആമേ ഒറ്റപ്പെട്ടുള്ള അനുഭവം നമ്മളെക്കാൾ മുഴുവൻ നന്നായിട്ട് നമ്മുടെ പിതാവിനറിയാം. ഹല്ലേലൂയ. വിശുദ്ധകരങ്ങൾ ദൈവത്തെ തുരിച്ചുകൊണ്ടിരുന്നാട്ട് നിങ്ങൾക്കറിയാമോ? ആമേ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് മേടിച്ചു വായിക്കണം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കണം. സുവിശേഷകനായ ജോർജ് മുള്ളർ ആമേ ആയിരക്കണക്കിന് ആമേ കുഞ്ഞുങ്ങളെ അനാഥ ഓർഫനേജ് നടത്തുന്ന ഒരു മനുഷ്യനാണ്. അനാഥ കുഞ്ഞുങ്ങളെ ആമേ ഏറ്റെടുത്തും പ്രായമുള്ളവരൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു. അദ്ദേഹം മുഴങ്കാൽ മടക്കി മുട്ടിമേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരവും ഭക്ഷണവും കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ നൽകുവാനിടയായത്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വേരാണെങ്കിൽ, ദൈവത്തോടുള്ള അടിസ്ഥാനപരമായ വേരാണെങ്കിൽ, അതിന്റെ ഫലം പലപ്പോഴും ആളുകളിലൂടെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പം വേരില്ലാതെ നമ്മൾ കുറെ പ്രാർത്ഥിച്ചാൽ, വേരില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയുകയില്ല എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വേരെന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അടിസ്ഥാനപരമായ പ്രാർത്ഥനയിലൂടെ നാം മുന്നോട്ട് ദൈവത്തോട് പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ പ്രവൃത്തിയാകുന്ന ഫലം ആളുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവം ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ നിരാശപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. നമ്മൾ വ്യാകുലപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല തന്റെ മക്കൾ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും ടെൻഷൻ അനുഭവിച്ചും പ്രയാസപ്പെട്ടും ജീവിക്കുവാൻ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. അപ്പൊ നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നുവെങ്കിൽ, നമ്മൾ വ്യാകുലപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും നിലയിൽ മാനസിക സംഘർഷങ്ങളോ പിരിമുറുക്കങ്ങളോ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം ഇതുവരെയായിട്ട് നമ്മുടെ ദൈവത്തോട് എന്ത് ചെയ്തിട്ടില്ല? ചോദിച്ചിട്ടില്ല. ചോദിക്കുക എന്നുള്ള പദം മാത്രമേ ഞാനിവിടെ വന്നിട്ടുള്ളൂ. അപ്പം ഭൗതികമായ, വൈകാരികമായ, ആത്മീകമായ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവവചനം പറയുന്ന എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, തുറക്കുക. പിതാവ് തങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്ന കുട്ടികളുടെ ഭാഷയാണ് പ്രിയമുള്ളവരെ ചോദിക്കുക. അപ്പൊ നഷ്ടത്തിലായാലും ആശയക്കുഴപ്പത്തിലായാലും ഏത് നിമിഷവും ഒരു മനുഷ്യൻ താഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോഴും ചോദിക്കുക എന്ന് പറയുന്ന ആ ശബ്ദം മറന്നു പോകരുത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ലോകത്തിൽ ഒരു മനുഷ്യനോടും നമ്മൾ ചോദിക്കുക എന്നുള്ള പദത്തെക്കാൾ അപ്പുറത്ത് ദൈവത്തോട് ചോദിക്കുക എന്നുള്ള ചിന്ത എപ്പോഴും ഹൃദയത്തിൽ ഒരു പലകയായി എഴുതപ്പെട്ട ഒരു പലകയായി രൂപപ്പെടുമെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരിക. ഇയ്യോബിന്റെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇയ്യോബ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ. പക്ഷെ ആ ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്താണ് ഇയ്യോബിന് കണ്ടെത്താൻ കഴിഞ്ഞത്? അവൻ ജീവനുള്ള ദൈവത്തെയാണ് അവൻ കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം ഇയ്യോബിന്റെ ആത്മാവ് തുറക്കപ്പെട്ടു. ആരെ കാണാൻ? ജീവനുള്ള ദൈവത്തെ കാണാൻ. അപ്പൊ ഓരോ നിമിഷം ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, അവൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ ആരോട് കൂടിയാണ് അടുക്കുന്നതെന്ന് അറിയാമോ? അവൻ പിതാവിനോടാണ് അടുക്കുന്നത്. നമ്മൾ മനുഷ്യനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യനോടാണ് നമ്മൾക്ക് പ്രിയം, ആ മനുഷ്യനോടാണ് നമ്മൾ അടുക്കുന്നത്. അവൻ ഒരിക്കൽ കൈമലർത്തുമ്പോൾ
വലിയ ദുഃഖം ഏറ്റെടുത്തോണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നാം ദൈവത്തെ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അകത്തളത്തു നിന്നും പറയുന്ന ഒരു സന്ദേശമുണ്ട്, ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടാൻ ഇടയാകുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവിടെ ആത്മാവ് തുറക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരാം, നമുക്ക് ചോദിക്കുന്ന ഒരു മനുഷ്യനായിട്ട്. പക്ഷെ നമ്മൾ ചോദിക്കും, നമ്മുടെ മനുഷ്യ മനസ്സ്, ബലഹീനമായ മനസ്സ്, വൈകല്യമുള്ള മനസ്സ് ചോദിക്കും ആരോടാ? പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ശൂന്യതയുടെ മുഖത്ത് വേണം ജീവിക്കാൻ എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കളുണ്ട് എന്നുള്ള ചിന്ത നമ്മളിൽ ഭരിക്കരുത്. ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നൊരു ചിന്ത നമ്മളിൽ ഭരിക്കരുത്. നമുക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് എന്നുള്ള ചിന്ത ഭരിക്കരുത്. ആത്മീകൻ എപ്പോഴും ശൂന്യതയിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കണം. ആത്മീകൻ എപ്പോഴും എന്താണ്? ശൂന്യതയില്ല. മറ്റു പലതിലേക്ക് ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുന്നെന്നുള്ളത് മറന്നു പോകരുത്. ഈ കണ്ടുപിടിച്ച സകല വിശ്വാസവും നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു സെക്കൻഡ് മതി. ദീർഘ പാരമ്പര്യമുള്ള പാസ്റ്റർമാര് പോലും, വചന പാണ്ഡിത്യമുള്ളവർ പോലും ഇന്ന് ലോകത്തിന്റെ പുറകെ പോയി കഴിഞ്ഞു. ദീർഘ പാരമ്പര്യമുള്ള വിശ്വാസ വചനത്തിന്റെ ഏടുകൾ മുറിതെറ്റാതെ പഠിച്ചവരെല്ലാം ഇന്ന് ആത്മീയഗോളത്തിൽ കാണാനില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ചോദിച്ചതും മുഴുവനും, അന്വേഷിച്ചതും മുഴുവനും, മുട്ടിയതും മുഴുവനും ഈ ലോകത്തിലെ ശക്തിയുടെ മുമ്പിലാണ്, ഈ ലോകത്തിലെ അറിവിന്റെ മുമ്പിലാണ്, ഈ ലോകത്തിലെ ആളുകളുടെ മുമ്പിലാണ്, ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെ മുമ്പിലാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ചോദിച്ചവന്, അന്വേഷിച്ചവന്, മുട്ടിയവന് ഒരിക്കലും ദൈവം അകന്നു പോയിട്ടില്ല എന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയും.